നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഇപ്പൊ ഇവിടെ നടക്കുന്ന ഒരു വിവാദമുണ്ട്, പൊട്ടിപ്പുറപ്പെട്ട ഒരു വിവാദമുണ്ട്. മറ്റൊന്നുമല്ല, ജാസ്മിന്റെ വാപ്പേനെയും ഉമ്മേനെയും ഈ പറഞ്ഞ എവിടെയാണ് എയർപോർട്ടിൽ കൊണ്ടാക്കിയത് അഫ്സലാണ് എന്നുള്ളത്. അതായത് ജാസ്മിന്റെ കാമുകനായിരുന്ന അല്ലെങ്കിൽ ഫിയാൻസി ആയിരുന്ന അഫ്സലാണ് വയ്യാതിരുന്നിട്ട് പോലും ജാസ്മിന്റെ ഉമ്മേനെയും വാപ്പേനെയും എന്ത് ചെയ്തത് ഈ പറയുന്ന എയർപോർട്ടിലേക്ക് കൊണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിവാദം. അപ്പൊ ഇതൊക്കെ പിന്നെ കള്ളത്തരങ്ങളായിരുന്നു, നമ്മുടെ കണ്ണിൽ പൊടിയിടുകയാണോ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പിന്നീട് വീഡിയോസ് വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഇതിനൊക്കെ പിന്നീട് സംഭവിക്കാൻ കാരണം ജാസ്മിൻ അവിടെ റസ്മിനോടോ ആരോടത്തോ പറഞ്ഞ ഒരു സംഭവമാണ്. വയ്യാതിരുന്നിട്ട് പോലും ഈ പറയുന്ന അഫ്സലാണ് എന്നെ എന്ത് ചെയ്തത്, അല്ല നമ്മുടെ എന്റെ കുടുംബത്തിലെ വാപ്പേനെയും ഉമ്മേനെയും ഈ പറഞ്ഞ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കിയത് എന്നുള്ള പരാമർശമാണ് ഇപ്പോൾ ഇവിടെ കത്തി നിൽക്കുന്നത്. അപ്പം ഈ പറയുന്ന അഫ്സലിനെതിരായിട്ടുള്ള കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നു, അവനെതിരായിട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ അറിഞ്ഞ കേസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഫ്സലല്ല കൊണ്ടാക്കിയത്, എയർപോർട്ടിൽ കൊണ്ടാക്കിയത് അഫ്സലല്ല. എയർപോർട്ടിൽ അവർ വരികയാണ് ചെയ്തത്. അതായത് അഫ്സലിന്റെ വീട് ട്രിവാൻഡ്രവും ജാസ്മിന്റെ വീട് കൊല്ലത്തുമാണ്. അഫ്സലിന്റെ വീടും ഈ പറയുന്ന എയർപോർട്ടുമായിട്ട് വളരെ ദൂരമൊന്നുമില്ല, ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലത്താണ് അഫ്സലിന്റെ വീട്, ട്രിവാൻഡ്രം എയർപോർട്ടുമായിട്ട്. മനസ്സിലായല്ലോ. ഇപ്പൊ അഫ്സൽ ഇതുവരെയായിട്ടും അവരുടെ കുടുംബവുമായിട്ട് ഒരു കണക്ഷൻ വിട്ടിട്ടൊന്നുമില്ല. അവരുമായിട്ട് അവനെ ഉടക്കേണ്ട ആവശ്യമില്ല, കാരണം അവരൊന്നും അതിനകത്ത് കുറ്റക്കാരനല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് അഫ്സൽ. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ അവന്റെ വാപ്പയുടെയും ഉമ്മയുടെയും കൂടി അവൻ സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോ ജാസ്മിന്റെ ഉമ്മയും വാപ്പയും എയർപോർട്ടിൽ വന്ന സമയത്ത് ജാസ്മിന്റെ ഉമ്മയും വാപ്പയും എന്ത് ചെയ്യുന്ന അഫ്സലിനെ വിളിക്കുകയും ഇതുവരെ വന്നില്ല മോനെ, ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞപ്പോ അവിടെ വന്ന് അവരെ കണ്ടു എന്നുള്ളതല്ലാതെ അവനല്ല അവരെ എയർപോർട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ ഒരു തെറ്റായിട്ടുള്ള സത്യമാണ് ഇത്. ഇപ്പം ഞാൻ അറിഞ്ഞത് ഇതാണ്, പരമാർത്ഥം ഇതാണ്. അല്ലാതെ അവനല്ല അവരെ കൊണ്ട് എന്ത് ചെയ്ത് എയർപോർട്ടിൽ കൊണ്ടാക്കിയത്. രണ്ടാണ്. മനസ്സിലായി? ഒരാളെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുവന്ന് എയർപോർട്ടിൽ കൊണ്ടാക്കുന്നതും അവരവിടെ വന്ന് ഇവനെ വിളിച്ചു വരുന്നതും ഒന്ന് കണ്ടിട്ട് പോകാന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവൻ വന്ന് കണ്ടിട്ട് പോകുന്നത് രണ്ടാണ്. ഇതാണ് ഇവിടെ നടന്നത്. ഇനി ഇതിനകത്തിന് ഏതെങ്കിലും ഒരു അണ്ടർഗ്രൗണ്ട് പരിപാടിയോ ഇതിനകത്ത് മറ്റേന്തെങ്കിലും ഉണ്ടോ അതിനെപ്പറ്റി എനിക്കറിയാം. പക്ഷെ ഞാൻ ഈ പറഞ്ഞതാണ്, ഇപ്പൊ നടന്ന സംഭവം ഇതാണ്. അല്ലാതെ യവനല്ല അവനെ കൊണ്ടുവന്നത്. യവന്റെ വീട് എയർപോർട്ടുമായിട്ട് ചേർന്നില്ല, അല്ലെങ്കിൽ എയർപോർട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് ഓടിയെത്താൻ കഴിയുന്നതാണ്. അടുത്താണ് അഫ്സലിന്റെ വീട്. ജാസ്മിന്റെ വീട് കൊല്ലത്താണ്. കൊല്ലത്തുനിന്ന് അവര് എന്ത് ചെയ്തു, അവര് കാറ് പിടിച്ച് നേരെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ വന്നതിന് ശേഷം അഫ്സലിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. അങ്ങനെ അവൻ ജസ്റ്റ് പോയി ഒന്ന് കണ്ട് മടങ്ങിയതാണ് എന്നുള്ളതാണ് സത്യം. ഇതിന്റെ ഇടയിൽ മറ്റെന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഇനി വേറെ എന്തെങ്കിലും അജണ്ട ഇവർക്കുണ്ടോ അതിനെപ്പറ്റിയൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ നടന്നതാണ് അഫ്സലല്ല അവരെ വിളിച്ചുകൊണ്ടത്. ഇവരിവിടെ വന്നിട്ട് അഫ്സലിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഇവന് ഈ പറയുന്ന ജാസ്മിന്റെ ഫാമിലിയായിട്ട് വലിയ പ്രശ്നങ്ങളോ ഉടക്കോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കാണാം, അല്ലാതെ വയ്യാതിരുന്നിട്ടും അവരുടെ വന്ന് പൊക്കിക്കൊണ്ടുപോയി അങ്ങനെയൊന്നുമല്ല. അത് ജാസ്മിന്റെ അച്ഛൻ ജാസ്മിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഫ്സൽ ഇപ്പോഴും ഉണ്ട് എന്ന് അവളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.